പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടെ എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവരെയും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് അല്പസമയം നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം കർത്താവ് പഴയ നിയമത്തിൽ എവിടെയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, പഴയ നിയമത്തിലെ യേശു അതെവിടെയാണ് വെളിപ്പെടുന്നത്, ഏത് ഭാഗങ്ങളാണ് കർത്താവിനെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശരിക്കും പലയിടങ്ങളിൽ ചില പടുപീരുകൾ ഇങ്ങനെ ഇന്നത്തെ ലോകത്ത് നമുക്ക് കാണാൻ സാധിക്കും. പഴയ നിയമം നമുക്ക് വേണ്ട, അല്ലെ പഴയ നിയമം നമുക്ക് വായിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതൊക്കെ പല പടുപീരുകൾ ഇന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് നമുക്ക് വചനത്തിൽ നിന്ന് ചിന്തിക്കാം, പഴയ നിയമത്തിൻ്റെ ആവശ്യകതയുണ്ടോ, പഴയ നിയമം വായിക്കുന്നുണ്ടായിട്ടുണ്ടോ, അതോ പഴയ നിയമത്തിൽ സുവിശേഷമുണ്ടോ എന്ന് നമുക്കൊന്ന് കാണാം. ഈ വീഡിയോ കാണുന്നവർ അവസാനം വരെ കാണണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. നമുക്ക് വചനത്തിൽ ഒരുപാട് ആഴമേറിയ മുത്തുകൾ ഉണ്ട്. ആ മുത്തുകളൊക്കെ നമുക്കൊന്ന് പെറുക്കിയെടുക്കണം. ആ മുത്തുകൾ നമ്മൾ പ്രാപിച്ചാൽ, അല്ലെ പെറുക്കിയെടുത്താൽ ശരിക്കും അതിൽ ജീവനുണ്ട്. അത് നമുക്ക് ജീവൻ തരും. നിങ്ങളുടെ ചിന്ത അല്പസമയം ഞാൻ ഇതിലേക്ക് തിരിക്കുകയാണ്. പഴയ നിയമത്തിൽ ആദ്യം തുടങ്ങുന്നത് തന്നെ ദൈവത്തെ, അല്ലെ ദൈവത്തിൻ്റെ പേര് അവിടെ വെളിപ്പെടുന്നുണ്ട്. ഹീബ്രു എന്ന ഭാഷയത്തിൽ, അത് എബ്രായ ഭാഷയിൽ ദൈവത്തെ അവിടെ പ്രദർശിപ്പിക്കുന്ന എലോഹീം എന്നുള്ള പേരിലാണ്. എലോഹീം ഒരു പ്ലൂറൽ വെർഷനാണ്. ദൈവത്തിൻ്റെ ഒരു പ്ലൂറലായിട്ടുള്ള ഒരു വേർഡായിട്ടാണ് അവിടെ വിശദീകരിക്കുന്നതെങ്കിലും ദൈവത്തിൻ്റെ പല പേരുകൾ നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കും. ഇന്ന് ഞാൻ എടുക്കുന്ന ഈ ഒരു സെഷൻ ശരിക്കും കർത്താവാണ് ഈ ബൈബിൾ ഉടനീളം, അതായത് പഴയ നിയമവും പുതിയ നിയമവും രണ്ടും കർത്താവിനെക്കുറിച്ച് മാത്രമാണ് പറയുന്നത്. സുവിശേഷമാണ്, യേശുവാണ് ഈ ബൈബിളിൻ്റെ ഉള്ളടക്കം എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഈ ടീച്ചിങ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളത് പലരുമായിട്ട് ഷെയർ ചെയ്യണമേ. നിങ്ങൾ ലൈക്ക് ചെയ്തിട്ട് പലരുമായിട്ട് ഷെയർ ചെയ്ത് ഇത് അവർക്കൊരു പ്രയോജനമായി തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആദ്യമായിട്ട് നമുക്ക് കാണാം, നമ്മൾ ഉൽപ്പത്തി പുസ്തകം തുറക്കുകയാണെങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ ആദ്യം നമുക്ക് ക്രിയേഷനാണ് കാണാൻ സാധിക്കുന്നത്, അല്ലേ? കർത്താവ് ഭൂമിയെ സൃഷ്ടിക്കുന്നതും സകല ജീവജാലങ്ങളെയും സകലത്തെ ഒരു വാക്കുകൊണ്ട് ഉളവാക്കുന്നതായിട്ടാണ് നമുക്ക് ജനസിസിൽ, അല്ലെങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണാൻ സാധിക്കുന്നത്. അവിടെ ആദമിനെ സൃഷ്ടിക്കുന്നു, പിന്നെ ഹവ്വായെ സൃഷ്ടിക്കുന്നു. പക്ഷേ ശരിക്കും ആദമിനെ സൃഷ്ടിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന കർത്താവ് ഒരു ഗാഠനിദ്ര ദൈവം ആദാമിന് വരുത്തി. ആ ഗാഠനിദ്രയിലാണ് ആദാമിൻ്റെ വാരിയലിലൂടെ ദൈവം നാരിയെ, അല്ലെ സ്ത്രീയെ പുറത്തെടുത്തത്. ശരിക്കും അത് പ്രദർശിപ്പിക്കുന്നത് കർത്താവിൻ്റെ സഭയാണ്. കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ നമുക്കെല്ലാവർക്കും വേണ്ടി, ലോകത്തിൻ്റെ പാപത്തിനു വേണ്ടി കാൽവറിയിൽ യാഗമായി തീർന്നപ്പോൾ കർത്താവിൻ്റെ ചങ്കിൽ നിന്ന് ഒഴുകിയ ചോര, കർത്താവിൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒഴുകിയ ചോര സഭയെ ഉളവാക്കുമായിരുന്നു. സഭയുടെ ആരംഭമായിരുന്നു അത് ശരിക്കും നമുക്കവിടെ ആ കർത്താവിൻ്റെ ക്രൂശീകരണമാണ്, അവിടെ സഭയുടെ ഒരു തുടക്കമാണ്, ക്രിയേഷനാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് കാണുവാണെങ്കിൽ ഈനോക്ക് ദൈവത്താൽ എടുക്കപ്പെട്ടു എന്നൊക്കെ വചനത്തിൽ എഴുതുന്നത്, അതും കർത്താവിൻ്റെ റിസറക്ഷനെയാണ് കാണിക്കുന്നത്. പിന്നെ അങ്ങോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഭാഗങ്ങൾ, ജോസഫ് ശരിക്കും കർത്താവിൻ്റെ കഥയാണ് ദൈവമക്കളെ. ജോസഫ് പിതാവിനാൽ ഒരുപാട് സ്നേഹിക്കപ്പെട്ടു, സഹോദരന്മാരാൽ വെറുക്കപ്പെട്ടു, പൊട്ടക്കുഴിയിൽ വീണു. എന്നിട്ട് പിന്നെ സഹോദരന്മാരുടെ മധ്യത്തിൽ തന്നെ അവൻ മാനിക്കപ്പെട്ടു. ഇതെല്ലാം യേശുവിനെയാണ് കാണിക്കുന്നത്. പിതാവിനാൽ സ്നേഹിക്കപ്പെട്ടു, മാനവരാശിക്ക് വേണ്ടി അവൻ ഭൂമിയിൽ വന്നു. സഹോദരന്മാരാൽ, അല്ലെ അവൻ്റെ സ്വന്തം അവകാശത്തിൽ അവൻ്റെ ജനത്താൽ അവൻ വെറുക്കപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് അവൻ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നതും മാനിക്കപ്പെടുന്നതും ദൈവം അവനെ ഉയർത്തുന്നതും. ജോസഫിൻ്റെ കഥ ശരിക്കും നമ്മളെ കർത്താവിൻ്റെ ഒരു പ്രതിബന്ധം, അതിലെ ഒരു ഷാഡോ ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ അങ്ങോട്ട് കാണുവാണ് ഇസഹാക്ക് മോറിയാമലയിലോട്ട് യാഗപീഠത്തിൻ്റെ വസ്തു, അല്ലെ വിറകും കൊണ്ട് കടന്നു പോകുന്ന കർത്താവായ യേശു ക്രിസ്തു മലയിൽ ക്രൂശ് ചുമന്നുകൊണ്ട് പോകുന്ന ആ ഒരു ഭാഗമാണ് അവിടെ കാണിക്കുന്നത്. ഇതെല്ലാം ശരിക്കും കാണിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് പുതിയ നിയമത്തിൽ, അല്ലെ സുവിശേഷത്തിൻ്റെ ഒരു പൊരുളായിട്ടാണ് അവിടെ വെളിപ്പെടുന്നത്. ശരിക്കും നമ്മൾ പഴയ നിയമം പല ഭാഗങ്ങൾ വായിക്കുവാണെങ്കിൽ നമുക്ക് സുവിശേഷം അതിലൂടെ കാണാൻ സാധിക്കും. പല പേരുകൾ ഞാൻ അതിൽ നിന്ന് നമുക്ക് എടുക്കാൻ സമയമില്ല. യാക്കോബിൻ്റെ പുത്രന്മാരുടെ എല്ലാ പേരുകളും കർത്താവിൻ്റെ രക്ഷയും കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത ആ ഒരു പ്രവൃത്തിയാണ് ആ പേരുകളിൽ ഉടനീളമുള്ളത്.
ഇതൊന്നും നമുക്കിന്ന് ചിന്തിക്കാൻ സമയമില്ലെങ്കിലും കുറച്ച് ഭാഗം നമുക്ക് ചിന്തിക്കാം. ഇസ്രായേലിൽ നിന്ന് നമുക്കറിയാം, അവർ ഫെസ്റ്റിവൽസ് ആചരിച്ചിരുന്നു അല്ലേ? 7 തരം ഫെസ്റ്റിവൽസ് ഇസ്രായേലിൽ അവർ ആചരിച്ചുകൊണ്ടിരുന്നിട്ടുണ്ട്. ആദ്യത്തെ പാസ്സോവർ അല്ലെങ്കിൽ പെസഹ കാണിക്കുന്നത് കർത്താവിൻ്റെ യാഗത്തെയാണ് കാണിക്കുന്നത്. കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടതും ക്രൂശിൽ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചതാണ് അവിടെ കാണിക്കുന്നത്. അത് കഴിഞ്ഞ് അവരുടെ അടുത്ത ഫെസ്റ്റിവലാണ് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ. പുളിപ്പില്ലാത്ത അപ്പം ശരിക്കും കാണിക്കുന്നത് പാപത്തെയാണ്. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കർത്താവ് മരിച്ചു, നമ്മുടെ പാപങ്ങളെ അവൻ വഹിച്ചു. അതാണ് ആ ഒരു പെരുന്നാൾ അല്ലെങ്കിൽ ആ ഒരു ഫെസ്റ്റിവൽ അവിടെ കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അവരാചരിക്കുന്ന ഫസ്റ്റ് ഫ്രൂട്ട് അല്ലെ ആദ്യഫലം. കർത്താവ് യേശുക്രിസ്തു ആദ്യഫലമാണ് 1 കൊരിന്തി 15-ാം അധ്യായം 20-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. കർത്താവാണ് ആദ്യഫലം, ദൈവത്തിൻ്റെ ആദ്യഫലം. ആ ആദ്യഫലം നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ ക്രൂശിക്കപ്പെട്ടു. പിന്നെ പെന്തിക്കോസ്ത് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോസ്തല പ്രവൃത്തിയിൽ 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് അവിടെ ഇറങ്ങി വരുന്നതും ദൈവമക്കളുടെ മേൽ ദൈവാത്മാവ് ഇറങ്ങി വന്ന് സകലരെയും നിറയ്ക്കുന്ന അവസ്ഥ, അതാണ് പെന്തിക്കോസ് കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ഫെസ്റ്റിവലാണ് കാഹളപ്പെരുന്നാൾ, കാഹളം ധ്വനിക്കുന്ന പെരുന്നാൾ. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. കർത്താവിൻ്റെ 2-ാം വരവിൽ കാഹളം ധ്വനിക്കുമ്പോൾ അവൻ്റെ സഭയായി നമ്മൾ എടുക്കപ്പെടും. വിശുദ്ധന്മാരായ കർത്താവിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും വിശുദ്ധ ജീവിതം നയിക്കുന്ന ദൈവത്തിൻ്റെ സഭ കർത്താവിൻ്റെ കൂടെ എടുക്കപ്പെടും. അതാണ് കാഹളപ്പെരുന്നാൾ കാണിക്കുന്നത്. അടുത്തത് പാപപരിഹാരം അല്ലെങ്കിൽ ഡേ ഓഫ് അറ്റോൺമെൻറ്റ്. അത് ശരിക്കും ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പ്, ഇസ്രായേലിൻ്റെ രക്ഷയാണ് കാണിക്കുന്നത്. നമ്മൾ കർത്താവിൻ്റെ വരവ് അല്ലെ സഭ എടുക്കപ്പെട്ട് കഴിഞ്ഞിട്ടുള്ള സമയം, അവിടെ ഭൂമിയിൽ നടക്കാൻ പോകുന്ന മഹാ ഉപദ്രവവും കാലവും, അത് കഴിഞ്ഞിട്ട് ഭൂമിയിൽ നടക്കുന്ന കഷ്ടതയും. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇസ്രായേലിന് ഒരു വീണ്ടെടുപ്പുണ്ട്. കാരണം അവർ കർത്താവിൽ വിശ്വസിച്ചില്ലായിരുന്നു. അവർ കർത്താവിനെ മശിഹ എന്ന് അംഗീകരിക്കാതെ പോയതുകൊണ്ട് അവർക്ക് ആ രക്ഷ പ്രാപിക്കാൻ നേരത്തെ സാധിച്ചില്ല. പക്ഷേ കർത്താവിൻ്റെ 2-ാം വരവ് കഴിഞ്ഞിട്ട് ഭൂമിയിലുണ്ടാകുന്ന മഹാ ഉപദ്രവകാലത്ത് ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പിനെയാണ് ഇത് കാണിക്കുന്നത്. ഡേ ഓഫ് അറ്റോൺമെൻറ്റ് അല്ലെ പാപപരിഹാര ആ ഫെസ്റ്റിവൽ അവർ ആചരിക്കുന്നത്. കൂടാരപ്പെരുന്നാൾ അടുത്തത്, അതായത് ഫീസ്റ്റ് ഓഫ് ടബർനാക്കിൾ. അവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നത് മില്ലേനിയം, കർത്താവിൻ്റെ നിത്യത, കർത്താവിനോട് കൂടെ നമ്മൾ നിത്യതയിൽ വാഴുന്നത്, 1000 ആണ്ട് വാഴ്ച. ഒരുപാട് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് ഈ ഫെസ്റ്റിവൽസ് നമുക്ക് തരുന്നത്. അതായത് ഇതെല്ലാം പഴയ നിയമത്തിലാണ്. അന്ന് ഇത് ഇസ്രായേൽ മക്കൾ ആചരിച്ചപ്പോൾ അവർക്കൊരു പക്ഷേ അത് ഗ്രഹിക്കാൻ അല്ലെ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഇത് കർത്താവിന് അവർ വരാൻ പോകുന്ന അവരുടെ രക്ഷകനെ അവരാഘോഷിക്കുകയാണ്. പക്ഷേ ഇന്ന് നമുക്ക് വചനത്തിലൂടെ കാണുമ്പോൾ നമുക്കിത് കാണാൻ സാധിക്കും. കർത്താവിൻ്റെ വരവും കർത്താവിൻ്റെ ജനനവും കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചതും ക്രൂശിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നതും ഇതെല്ലാം ഈ ഫെസ്റ്റിവൽസിലൂടെ അവിടെ കാണപ്പെടുന്നത്. നിങ്ങളോട് ഞാനൊരു ചോദ്യം ചോദിച്ചോളട്ടെ. പഴയ നിയമത്തിൽ നമ്മൾ യേശുവിനെ വ്യക്തമായി അവിടെ കാണിക്കുന്നില്ലെങ്കിലും നമ്മൾ പുതിയ നിയമത്തിലോട്ട് കടന്നു വരുമ്പോൾ യേശുക്രിസ്തു മരിച്ചു, ക്രൂശിൽ നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു, അത് കഴിഞ്ഞ് സ്വർഗത്തിലേക്ക് കടന്നുപോയി. ശിഷ്യന്മാർ അവരെല്ലാം ദൈവാത്മാവിനാൽ നിറയപ്പെടുന്നു, സഭ അവിടെ തുടങ്ങുന്നു. പക്ഷെ അവരെങ്ങനെയാണ് യേശുവിനെ കണ്ടത്? കാരണം അവിടെ ഒരു ന്യൂ ടെസ്റ്റ്മെൻറ്റോ മാത്യു, മാർക്ക്, ലൂക്കോ ഒന്നും ഒരു എഴുത്ത് രൂപത്തിൽ അവിടെ വന്നിട്ടില്ല. അവരെങ്ങനെയാണ് കർത്താവിനെ കണ്ടതും വചനത്തിൽ പ്രാപിച്ചതും? ദൈവമക്കളെ ഞാൻ പറയട്ടെ, അത് പഴയ നിയമത്തിലൂടെയാണ്. പഴയ നിയമത്തിൻ്റെ ഓരോ പുസ്തകങ്ങളിലൂടെ അവർ കടന്നുപോയപ്പോൾ അവർ യേശുവിനെ കണ്ടു, കർത്താവിനെ കണ്ടു, കർത്താവിൻ്റെ യാഗത്തെ, നമുക്ക് വേണ്ടി വന്ന കർത്താവിനെയും എങ്ങനെ കർത്താവ് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, അതെല്ലാം അവർ പഴയ നിയമത്തിലൂടെയാണ് യേശുവിനെ കണ്ടുപിടിച്ചത്. നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ വെറും വായിച്ചു പോകുകയല്ല ചെയ്യുന്നത്, അതിനകത്തുള്ള കർത്താവിനെയാണ് നമ്മൾ കണ്ടെത്തുന്നത്. അങ്ങനെ നമ്മൾ കണ്ടെത്തുമ്പോൾ ശരിക്കും സങ്കീർത്തനം 22 വായിക്കുമ്പോൾ അതിനകത്ത് കർത്താവിനെക്കുറിച്ചാണ് അവിടെ ദാവീദ് പറയുന്നത്. നമ്മൾ ചിലപ്പോൾ അത് സങ്കീർത്തനം ദാവീദിൻ്റെ ആണെന്ന് പറഞ്ഞ് വായിക്കും. പക്ഷെ നമ്മൾ വചനത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ എവിടെയാണ് കർത്താവ് വെളിപ്പെടുന്നത്? കർത്താവിൻ്റെ ആ ഒരു അവതരണം അല്ലെ ആ ഒരു വെളിപ്പാട് നമ്മൾ പ്രാപിക്കുമ്പോൾ ജീവൻ നമ്മൾ കടക്കുകയാണ്. അതുകൊണ്ടല്ലേ വചനം പറയുന്നത്, ഈ വചനം നമ്മുടെ ജീവനാണ്, അത് നമുക്ക് ജീവൻ തരുന്നതാണ്. ഈ വചനത്തിൻ്റെ ഓരോ ആഴമേറിയ വെളിപ്പാടുകൾ നമ്മൾ പ്രാപിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ആ ചൈതന്യവും ആ സന്തോഷവും, അതല്ലേ ദൈവമക്കളെ വചനത്തിൻ്റെ സന്തോഷം എന്ന് പറയുന്നത്. ഇനി നമുക്ക് മുന്നോട്ട് പോകാം. പെട്ടകം, അതായത് മോശയിലൂടെ കർത്താവ് അരുളി ചെയ്ത് അവിടെ നിർമ്മിക്കപ്പെട്ട പെട്ടകത്തിൻ്റെ ഓരോ ഭാഗങ്ങളും കർത്താവിൻ്റെയും സഭയുടെയും പണിയെയാണ് അവിടെ കാണിക്കുന്നത്.
അവിടെ ടെബർനാക്കിൾ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ആദ്യം അവിടെ പ്രാകാരമാണ് അല്ലേ. പെട്ടകം മൂന്ന് ഭാഗമായിട്ടാണ് അവരുടെ കൂടാരം വിഭജിക്കപ്പെട്ടത്. ആദ്യം പ്രാകാരം അല്ലെങ്കിൽ ഗേറ്റ് എന്ന് പറയാം. അവിടെ കർത്താവിനെയാണ്, കർത്താവല്ലേ പറഞ്ഞ ഞാൻ തന്നെ വഴിയും മാർഗവും സത്യവുമാകുന്നു. അവിടെ യേശുക്രിസ്തുവാണ് അവിടെ കാണിക്കുന്നത്. അത് കഴിഞ്ഞ് അതിൻ്റെ ഓരോ ഭാഗങ്ങളും, ഗേറ്റ് കഴിഞ്ഞിട്ട് വരുന്നത് യാഗപീഠം, കർത്താവിൻ്റെ ക്രൂശിലെ യാഗമാണ് ആ യാഗപീഠം കാണിക്കുന്നത്. കൃത്യമായിട്ട് കർത്താവ് അവിടെ, ദൈവമായ കർത്താവ് മോശയോട് അതെങ്ങനെ പണിയണം, എങ്ങനെയായിരിക്കണം, എന്ത് വെച്ചുണ്ടാക്കണം എന്നൊക്കെ അവിടെ പറയുന്നുണ്ട്. അതൊക്കെ ഒത്തിരി ഡീറ്റെയിൽസ് ആണ്, അതൊന്നും നമുക്ക് കടന്നു വന്ന് സാധിക്കത്തില്ല. പക്ഷേ അത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ആ കൂടാരത്തിൻ്റെ ഓരോ ഭാഗങ്ങളും കർത്താവിൻ്റെ ഒരു വെളിപ്പാടാണ് അവിടെ കാണിക്കുന്നത്. അത് കഴിഞ്ഞ് കാണുന്നത് തൊട്ടി. നമുക്ക് അറിയാവുന്നതുപോലെ നമ്മൾ പ്രാകാരം കഴിഞ്ഞ് അകത്തോട്ട് പോകണമെങ്കിൽ ഈ തൊട്ടിക്കകത്തെ വെള്ളം കൊണ്ട് കാല് കഴുകിയിട്ട് വേണം ഇസ്രായേൽ ജനം അകത്തോട്ട് കയറാൻ, അല്ലെങ്കിൽ അവിടെ നിൽക്കാൻ. ഈ തൊട്ടി കാണിക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ്. ഈ ദൈവത്തിൻ്റെ വചനമാണല്ലേ നമ്മളെ ദിവസവും കഴുകുന്നത്, നമ്മളെ ശുദ്ധീകരിക്കുന്നത്. അത് കഴിഞ്ഞ് അടുത്തത് വരുന്ന നിലവിളക്ക്. നമുക്ക് എല്ലാവർക്കും അറിയാം, കർത്താവാണ് നമ്മുടെ വെളിച്ചം, നമുക്ക് വെളിച്ചം തരുന്നത്. ഈ ലോകത്തിൻ്റെ വെളിച്ചം യേശുക്രിസ്തുവാണ്. പിന്നീട് നമ്മൾ കാണുമ്പോൾ കാഴ്ചയപ്പത്തിൻ്റെ മേശ, പിന്നെയും കർത്താവാണ് നമ്മുടെ അപ്പം, ജീവൻ്റെ അപ്പം അല്ലേ. അത് കഴിഞ്ഞ് ധൂപപീഠം കാണിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവാണ്, നമ്മുടെ മഹാപുരോഹിതൻ. എബ്രായ ലേഖനത്തിൽ പറയുന്ന പോലെ നമ്മുടെ മഹാപുരോഹിതൻ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിച്ചു. അതാണ് അവിടെ ധൂപപീഠം കാണിക്കുന്നത്. അത് കഴിഞ്ഞ് പെട്ടകം, കർത്താവിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ ഗ്ലോറി ഇറങ്ങുന്ന സ്ഥലമാണ് ആ പെട്ടകം. ഇതെല്ലാം കാണിക്കുന്നത് പുതിയ നിയമത്തിൽ നമ്മളിന്ന് അനുഭവിക്കുന്ന സന്തോഷമാണ്. പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കൾക്ക് അത് മുഴുവനെ അനുഭവിക്കാൻ കഴിഞ്ഞില്ല. അവർക്കതിൻ്റെ യഥാർത്ഥ പൊരുൾ, രക്ഷകനെ അവർക്ക് നേരിൽ കാണുവാനോ അല്ലെങ്കിൽ ശരീരത്തിൽ അനുഭവിക്കാൻ കഴിഞ്ഞില്ല. അങ്ങോട്ട് കയറാൻ അവർക്ക് പ്രവേശനം പോലും ഇല്ലായിരുന്നു. പക്ഷെ നമ്മൾ എത്ര ഭാഗ്യമുള്ളവരാണ് ദൈവമക്കളെ. ഇതെല്ലാം അനുഭവിക്കുവാൻ, നമ്മുടെ ശരീരത്തിൽ അനുഭവിക്കുവാൻ, ക്രിസ്തുവിനെ കാണുവാൻ, ക്രിസ്തുവിൻ്റെ ആ വചനത്തെ ശരീരത്തിലും അവൻ്റെ ശക്തിയെ അനുഭവിക്കുവാൻ ദൈവം തന്ന നമുക്ക് ഭാഗ്യം എത്ര വലിയതാണ്. പിന്നീട് അങ്ങോട്ട് നമ്മൾ വായിക്കുമ്പോൾ ഓരോ ഭാഗങ്ങൾ കർത്താവിൻ്റെ ഓരോ വെളിപ്പാടുകളാണ് അവിടെ കാണിക്കുന്നത്. നിങ്ങൾക്കറിയാവോ, പഴയ നിയമത്തിൽ യേശു ക്രിസ്തുവിൻ്റെ വരവ്, അതായത് ആദ്യത്തെ വരവിനെക്കുറിച്ച് 332 പ്രൊഫസീസ് ഉണ്ട്. 332 പ്രവചനങ്ങൾ കർത്താവിൻ്റെ ആദ്യത്തെ വരവിനെക്കുറിച്ച്. അതെല്ലാം അതുപോലെ തന്നെ സംഭവിച്ചു. അപ്പം നിങ്ങളിനി ആലോചിച്ചോണം, കർത്താവിനി രണ്ടാം വരാൻ പോകുന്ന അവൻ്റെ എത്രയോ പ്രൊഫസീസ് ഉണ്ട്, അതും അതുപോലെ തന്നെ നിറവേറും. എത്ര കൃത്യമായിട്ട് അത് പഴയ നിയമത്തിൽ കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് നിറവേറ്റിയോ, അതുപോലെ തന്നെ രണ്ടാം വരവും അതേ കൃത്യതയോടെ പരിശുദ്ധാത്മാവ് ചെയ്തെടുക്കും. ആ വരവിനായിട്ട് നമുക്ക് ഒരുങ്ങാം, അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. പിന്നീട് നമ്മൾ വായിക്കുവാണെങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രഹാമിനോട് ദൈവം പറയുകയാണ്, നിന്നെ ഞാൻ ഒരു വലിയ ജാതിയാക്കും അല്ലേ. ഉൽപ്പത്തി പുസ്തകം 18:18 പറയുന്നു, അബ്രഹാം വലിയതും ബലമുള്ളതുമായ ജാതിയായി തീരുകയും അവനിൽ ഭൂമിയിലെ ജാതികളൊക്കെയും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യും. എങ്ങനെയാണ് അവനിൽ ഭൂമിയുടെ ജാതികൾ അനുഗ്രഹിക്കപ്പെടുന്നത്? അബ്രഹാമിന് അന്ന് ഒരുപക്ഷെ കാണാൻ സാധിച്ചില്ല. അബ്രഹാമിലൂടെ അബ്രഹാമിൻ്റെ സന്തതിയിലൂടെയാണ് യേശുക്രിസ്തു കടന്നു വന്നത് അല്ലേ. അബ്രഹാമിൻ്റെ സന്തതി ഇഷ്മായിലും ആയിരുന്നു, പക്ഷേ ഇഷ്മായിലിനെ കുറിച്ച് അവിടെ ബൈബിൾ പറയുന്നില്ല. എന്തുകൊണ്ട്? കാരണം വാഴ്ത്തത്വം അവനിൽ നല്ല വരുന്നത്. വാഴ്ത്തത്വം അബ്രഹാമിൽ നിന്നും ഇസഹാക്കിൽ നിന്നും യാക്കോബിൽ നിന്നും, പിന്നെ അങ്ങനെയാണ് സ്ത്രീയുടെ സന്തതി കർത്താവിൻ്റെ ആ ഒരു പരമ്പര നമുക്ക് കാണാൻ സാധിക്കുന്നത്. മത്തായിയുടെ പുതിയ നിയമത്തിൽ നമ്മുടെ മത്തായിയുടെ പുസ്തകം വായിച്ചാൽ അതിൽ നമുക്ക് വംശാവലി മുഴുവൻ കാണാൻ സാധിക്കും. എങ്ങനെ അബ്രഹാമിലൂടെ യേശുക്രിസ്തുവിൻ്റെ ജനനമുണ്ടായി, ആ വംശാവലി എങ്ങനെ നിറവേറിയെന്ന് വായിക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. നമ്പേഴ്സിൻ്റെ പുസ്തകത്തിൽ, അതായത് നമ്പേഴ്സ് 24:16 and 17 നമുക്ക് കാണാൻ സാധിക്കും, യാക്കോബിൽ നിന്ന് അവിടെ എഴുതിയിരിക്കുന്ന, യാക്കോബിൽ നിന്നൊരു നക്ഷത്രം ഉദിക്കും, ഇസ്രായേലിൽ നിന്നൊരു ചെങ്കോൽ ഉയരും. യാക്കോബിൽ എന്ന് പറയുമ്പം അബ്രഹാമും ഇസഹാക്കും യാക്കോബും. ഈ നക്ഷത്രം ഏതാണ്? ഈ നക്ഷത്രം യേശുക്രിസ്തുവിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. യേശുക്രിസ്തു എന്ന നക്ഷത്രമാണ് യാക്കോബിൽ നിന്ന് ആ പരമ്പരയിൽ നിന്ന് ഉയരാൻ പോകുന്നതെന്നാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. യഹൂദാഗോത്രത്തിലെ സിംഹം, അതും പഴയ നിയമത്തിൽ പറയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 40:10 പറയുന്നുണ്ട്, അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൽ യഹൂദയിൽ നിന്നും രാജദണ്ഡു അവൻ്റെ കാലുകളുടെ ഇടയിൽ നിന്നും നീങ്ങിപ്പോകുകയില്ല. അതായത് യഹൂദാഗോത്രത്തിൽ നിന്നാണ്
ഈ ചെങ്കോലുള്ളവൻ, അല്ലെങ്കിൽ രാജഭരണമുള്ളവൻ, രാജാവ് എഴുന്നേൽക്കാൻ പോകുന്നത്. അത് നമുക്ക് വ്യക്തമായിട്ട് മാത്യു അല്ലെ ലൂക്കിലൊക്കെ കാണാൻ സാധിക്കും. യഹൂദാ ഗോത്രത്തിലെ സിംഹം, അല്ലെ യഹൂദാ ഗോത്രം ദാവീദിൻ്റെ ഗോത്രത്തിൽ നിന്നാണ് യേശുക്രിസ്തുവിൻ്റെ വംശാവലി കടന്നു വരുന്നത്. പിന്നെ അവൻ ബേത്ലഹേമിൽ ജനിച്ചു. അതിൻ്റെ പ്രൂഫ് നിങ്ങൾക്ക് വേണമെങ്കിൽ മീഖ പ്രവാചകൻ്റെ പുസ്തകം 5-ാം അധ്യായം 2-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. ബേത്ലഹേം ഏറ്റവും ചെറുതായാലും ഇസ്രായേലിന് അധിപതി ആയിരിക്കും, അവനിൽ നിന്നായിരിക്കും ഉത്ഭവിച്ചു വരുന്നത്. അതായത് ഏറ്റവും ചെറിയ സ്ഥലം ബേത്ലഹേമിൽ നിന്നാണ് ഇസ്രായേലിൻ്റെ അധിപതി രാജാവ് എഴുന്നള്ളി വരുന്നത്. നമുക്ക് അത് സുവിശേഷങ്ങളിൽ കാണാൻ സാധിക്കും. ബേത്ലഹേമിലാണല്ലോ നമ്മുടെ കർത്താവ്, വാഴ്ത്തപ്പെട്ട കർത്താവ് ജനിച്ചത്. മശിഹ, ഏഷ്യാവിൻ്റെ പുസ്തകത്തിൽ കന്യകയിൽ നിന്ന് മശിഹ 7-ാം അധ്യായം 14-ാം വാക്യം മശിഹായുടെ സയൻസ്, മശിഹ വരുന്നത് എങ്ങനെയായിരിക്കും എന്ന് കാണിക്കുന്നുണ്ട്. അതായത് കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് പേര് വിളിക്കണം. അതിൻ്റെ പുതിയ നിയമത്തിൽ വരുമ്പോഴും ലൂക്കോസ് 1-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് മേരിയിലൂടെ, മറിയത്തിലൂടെയാണ് കർത്താവായ യേശു ക്രിസ്തു ജനിച്ചത്. വ്യക്തമായ എല്ലാത്തിൻ്റെയും പ്രൂഫായിട്ടുള്ള വാക്യങ്ങൾ പഴയ നിയമത്തിൽ നിന്ന് പുതിയ നിയമത്തിലേക്കുണ്ട്. അപ്പോൾ പഴയ നിയമം വേണ്ട എന്ന് പറയുന്നവർ, നമുക്ക് ശരിക്കും ഇന്ന് നമുക്ക് പുതിയ നിയമം ഉള്ളത് കൊണ്ടല്ലേ നമ്മളത് പറയുന്നത്. പക്ഷെ പഴയ നിയമത്തിൽ ഇപ്പോൾ ശിഷ്യന്മാരുടെ കാലം നിങ്ങൾ നോക്കിയാൽ ഈ പഴയ നിയമത്തിലാണ് അവർ കർത്താവിനെ കണ്ടുപിടിച്ചത്. കർത്താവിൻ്റെ വചനം അല്ലെ ആ പ്രൊഫസീസ് എല്ലാം അവർ കാണുന്നത് ഈ പഴയ നിയമത്തിലൂടെയാണ്. നമുക്ക് ഇന്ന് മുഴുവൻ അതിൽ കൂടെ പോകാൻ സാധിക്കത്തില്ല. പക്ഷേ ഇനിയും ഒരുപാട് വാക്യങ്ങൾ കർത്താവിൻ്റെ വരവിനെക്കുറിച്ചും കർത്താവ് പഴയ നിയമത്തിലുള്ളതും അതിൻ്റെ പൊരുളായിട്ട് പുതിയ നിയമത്തിൽ വെളിപ്പെടുന്നതും ഒരുപാട് വാക്യങ്ങൾ ഇനിയുണ്ട്. ഇനിയും നമ്മൾ നോക്കുവാണെങ്കിൽ സങ്കീർത്തനം 22, അതുപോലെ തന്നെ ഏഷ്യാവിൻ പ്രവാചകൻ്റെ പുസ്തകം 11-ാം അധ്യായത്തിൽ കർത്താവ് ജ്ഞാനത്തിൻ്റെ വിവേകത്തിൻ്റെ ആത്മാവ് അവനിലുണ്ട്, അതവിടെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ പൂർത്തീകരണം വരുന്ന ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 52-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. അവൻ ജ്ഞാനത്തിലും വിവേകത്തിലും വളർന്നു വന്നു, പൈതൽ വളർന്നു, ആത്മാവിലും കൃപയിലും വളർന്നു വന്നു. എല്ലാത്തിൻ്റെ അതിൻ്റെ വെളിപ്പെടൽ പുതിയ നിയമത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കർത്താവ് കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്നതും സക്രിയ പ്രവാചകൻ 9-ാം അധ്യായത്തിലുണ്ട്. അതിൻ്റെ പൂർത്തീകരണ സുവിശേഷങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ പഴയ നിയമത്തിലെ യേശുവിനെ ഈ ഞാൻ പറഞ്ഞ ഭാഗങ്ങളൊന്നും പൂർത്തിയല്ല, ഒരുപാട് വാക്യങ്ങളുണ്ട്. പക്ഷെ നമുക്കിതൊന്നും ഡീറ്റെയിൽ ആയിട്ട് കടന്നു പോകാൻ സാധിക്കത്തില്ല. നമുക്ക് ഇതിൻ്റെ അടുത്തൊരു സെഷനും വരും. അതിനകത്ത് കുറച്ചുകൂടെ ഭാഗങ്ങൾ നമുക്ക് കർത്താവ് എങ്ങനെ വെളിപ്പെട്ടു, ഏതൊക്കെ വാക്യങ്ങളാണ്, അല്ലെങ്കിൽ ഇച്ചിരൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കതിലൂടെ കടന്നു പോകാൻ സാധിക്കും. ഈ വാക്യങ്ങളൊക്കെ നിങ്ങൾ എഴുതി വെക്കുവാണെങ്കിൽ നിങ്ങൾക്കത് ഒത്തിരി ഹെൽപ്ഫുള്ളായിരിക്കും. നിങ്ങളത് ഷെയർ ചെയ്യുക. പലരുമായിട്ട് നിങ്ങളത് ഷെയർ ചെയ്യുമ്പം അത് എല്ലാവർക്കും അതിനെക്കുറിച്ചൊരു അറിവുണ്ടാകും. ഇന്നത്തെ കാലത്ത് പഴയ നിയമം വേണ്ട എന്ന് പറയുന്ന പല ചിന്താഗതികൾ അത് എത്രമാത്രം തെറ്റാണ്, അല്ലെ? നമുക്ക് ശരിക്കും കർത്താവിനെക്കുറിച്ച് നമുക്ക് ഈ പഴയ നിയമത്തിൽ വായിക്കുമ്പോൾ അത് പുതിയ നിയമവുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്ത് വായിക്കുമ്പോൾ എത്ര വലിയവനാണ് നമ്മുടെ കർത്താവ്. ദൈവം പറഞ്ഞ വാക്ക് അവൻ എത്ര വിശ്വസ്തനാണ്. അത് വായിക്കുമ്പോൾ അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങുവാൻ ഒരുപാട് പ്രചോദനം തരുന്നതും അവൻ്റെ വചനം നമ്മളെ ഉറപ്പിക്കുന്നതുമാണ്. നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് അതിനായിട്ട് വീണ്ടും സഹായിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അനേകരുമായിട്ട് ഷെയർ ചെയ്യുക. സ്തോത്രം.